കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ബീഫ് യക്നി പുലാവ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത്. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടമാവും കേട്ടോ. ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അധികം ലാഗ് അടിപ്പിക്കാണ്ട് വേഗം ഞാൻ റെസിപ്പി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു ഏകദേശം 3 കിലോത്തോളം ബീഫാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ഉണ്ടല്ലോ, ആ ഒരു സൈസിൽ വേണം ബീഫ് എടുക്കാൻ. എന്നിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ബീഫിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുരുമുളക്, വലിയ ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ആ ഒരു എന്താ പറയുക ഒരു പൂവുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും, പിന്നെ ഇതാ ഈ ഒരു ബൾബ് വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടെയാണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ. ഇതിന് ഏകദേശം പ്രൈസ് ഒരു 149 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഞാനിത് ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുക. ഞങ്ങളിവിടെ പച്ചമല്ലിക്ക് കൊത്തമ്പാലി എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പേര് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കുക. ചോറ് കഴിക്കുമ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു സ്പൈസസ് ഇങ്ങനെ പച്ചക്ക് കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ സ്പൈസസിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുക കേട്ടോ. ചിലർക്ക് ചോറ് കഴിക്കുമ്പോൾ അതിങ്ങനെ പച്ചക്ക് കടിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഈ ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പുലാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പോട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് 3 സവാള നൈസായി കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഓയിലിൽ ആദ്യം സവാളയൊന്ന് വറുത്തെടുക്കണം കേട്ടോ. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വീണ്ടും ബാക്കി എണ്ണയിലോട്ട് നമുക്ക് ഈ ഒരു സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവയാണ് ചേർക്കുന്നത്. ഈ ഒരു സ്പൈസസിൻ്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇവിടെ എനിക്ക് ഈ കുരുമുളകൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പച്ചക്ക് ചോറിൻ്റെ ഇടയിൽ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളൊക്കെ അതൊക്കെ എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം സ്പൈസസ് ചേർത്ത് കൊടുത്താൽ മതി. ശേഷം ഈ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തിൽ നിന്ന് കോരി ഇട്ട് കൊടുക്കുക. ബീഫിൻ്റെ പുറം ഭാഗം ഒന്നിങ്ങോട്ട് എന്താ പറയുക ഒരു എണ്ണയിലൊന്ന് പൊരിഞ്ഞ പോലെ ആവാനാണ് കേട്ടോ. നല്ലോണം വേണ്ട, ജസ്റ്റ് ഉൾഭാഗം നല്ല സോഫ്റ്റും വേണം, പുറം ഒന്നിങ്ങോട്ട് സെറ്റ് ആവാൻ വേണ്ടി മാത്രം. ഇനി ഈ ബീഫിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവാളയിൽ നിന്നൊരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. പിന്നീട് 6-7 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള തൈര് പുളി കുറവായതുകൊണ്ട് ഞാൻ ഇതിലോട്ടൊരു 1/2 മുറി നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ എനിക്ക് മുളക് കടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ വന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി അളന്നെടുത്തത്. ഇതിന് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ നമ്മൾ ഒഴിച്ച സ്റ്റോക്കും പിന്നീട് ബാക്കി ആവശ്യമുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് ഒഴിക്കുന്ന ടൈമിൽ അതിൻ്റെ അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അളന്നൊഴിക്കണത് നന്നായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഞാനിപ്പോൾ ഈ എടുത്ത അളവിൽ മുളകും കുരുമുളകും ഒക്കെ എടുത്താൽ മതി കേട്ടോ. അതേപോലെ ഏലക്ക, പട്ട, ഗ്രാമ്പു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ബസ്മതി റൈസ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം വേവുള്ള അരിയാണ്. ഉപ്പ് കടിക്ക് ഫ്രൈഡ് റൈസിനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല വേവുണ്ട്. ഇത് നമ്മൾ ഗോൾഡൻ ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ വേവ് കുറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എരിവിന് ആവശ്യമായിട്ട് ഞാൻ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ഒരു മുളക് അത്ര വലിയ എരിവൊന്നും ഇല്ലാത്തൊരു മുളകാണ് കേട്ടോ. ഇനി ഈ ചോറിലുള്ള വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം.
അങ്ങനെ ആ ചോറിലുള്ള വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വെള്ളം വറ്റിച്ചെടുക്കാൻ. നല്ല വേവൊക്കെ ഉള്ള അരിയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ യക്കിനി റൈസ്. ഇനി നമ്മൾ ഈ ഒരു ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചതിൽ കുറച്ചും കൂടെ സവാള ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതും കൂടെ ഈ റൈസിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതുണ്ടാക്കാൻ അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, അധികം ടൈമും ആവശ്യമില്ല. നമ്മൾ ഈ മന്തി മധുഹൂത്ത് കപ്സ് ഒക്കെ ഉണ്ടാക്കാറില്ലേ, അതിൻ്റെ ഒരു വേറെ വേർഷന്. ഇതിൽ നമ്മൾ ഒരു മസാലപ്പൊടികളും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത പച്ചമുളക് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, അതങ്ങനെ വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവൊക്കെ അനുസരിച്ച് മാത്രം ചേർത്താൽ മതി. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇനിയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വ്ളോഗിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഈ യക്കിനി റൈസ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.